നാസിക്കിലെ സൈനിക ക്യാമ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കൊല്ലം എഴുകോൺ സ്വദേശിയായ ജവാൻ ജോയ് മാത്യു ആത്മഹത്യ ചെയ്തതാണെന്ന് സൈനിക ക്യാമ്പ് അറിയിച്ചെങ്കിലും മരണത്തിൽ ബന്ധുക്കൾ സംശയം ആവർത്തിച്ചു. ഏതെങ്കിലും ഒരു കുറ്റം അദ്ദേഹം ചെയ്തതായി ആർക്കും പറയാൻ കഴിയില്ല. സൈന്യത്തിൽ ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ക്രൂരമായി ഒരാൾ ബ്രൂട്ടലായി മർദ്ദനമേറ്റ് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുതെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കൊല്ലം സബ് കളക്ടർ ഡോക്ടർ ചിത്രയുടെ മേൽനോട്ടത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. രാവിലെ തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിച്ച ജോയ് മാത്യുവിന്റെ മൃതദേഹത്തോട് കടുത്ത അനാദരവാണ് സൈന്യം കാട്ടിയത്. 45 മിനിറ്റോളം കാർഗോ ട്രോളിയിൽ നിന്ന് മൃതദേഹം മാറ്റിയില്ല. പിന്നീടാണ് ഏതാനും സൈനികർ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പെട്ടിയിൽ ദേശീയ പതാക പുതപ്പിച്ചത്. കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടെ റീപോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകാനുള്ള ബന്ധുക്കളുടെ നീക്കം സൈനിക അനുമതിയില്ലെന്ന കാരണം പറഞ്ഞ് നിഷേധിച്ചു. പിന്നീട് മൃതദേഹം അനുഗമിച്ച ഉദ്യോഗസ്ഥൻ എത്തിയ ശേഷമാണ് ആംബുലൻസ് പുറപ്പെട്ടത്. നാസിക്കിലെ ക്യാമ്പിൽ നിന്ന് റീപോസ്റ്റ്മോർട്ടത്തിനായി സന്ദേശം ലഭിച്ചിട്ടില്ലെന്ന കാരണം പറഞ്ഞ് എയർപോർട്ട് ചാക്ക റോഡിലും ആംബുലൻസ് സൈനികർ നിർത്തിയിട്ടു. ഒടുവിൽ സന്ദേശം ലഭിച്ച ശേഷമാണ് ആംബുലൻസ് പുറപ്പെട്ടത്. പാങ്ങോട് സൈനിക ക്യാമ്പിലെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ മൃതദേഹം ഏറ്റുവാങ്ങാനും മോർച്ചറിയിലും എത്തിയിരുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.